ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ കേട്ടോ, ഷോർട്സ് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ രണ്ട് നേരം ഓൾറെഡി വെള്ളം വരുന്നതാണ്. അപ്പോൾ വൈകുന്നേരമായിരുന്നു വരൽ കേട്ടോ. അപ്പോൾ ഉച്ചക്ക് തന്നെ വരും കേട്ടോ. രാവിലെ വരും, ഉച്ചക്കും വരുന്നതുകൊണ്ട് ഫുൾ ടൈം പണി തന്നെ. അല്ലെങ്കിൽ പണി കൂടുതലാണ്, അപ്പോൾ ഫുൾ ടൈം പണിയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനേ കൂടുതലില്ല കേട്ടോ. എഡിറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ എവിടുക്കാൻ വന്നിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ പുത്തുമല കള്ളാടി മക്കാമ് പറയും കേട്ടോ. അപ്പോൾ ഈ മക്കാമിൽ നേർച്ചയാണ്. അപ്പോൾ 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളി ശനി ഞായറായിരുന്നു. അപ്പോൾ 2 ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ച പകലായതുകൊണ്ട് പിന്നെ ഒരു നേരം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താക്കി, ഒരു 11:30 ആയപ്പോൾ മോനിക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ മോന് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങനെ 11:30 ആയപ്പോഴാണ് പോയത് കേട്ടോ. അങ്ങനെ ദേ അവിടെ പോയി. പിന്നെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കിട്ടി കേട്ടോ. പിന്നെ കലക്കി വെച്ച വെള്ളമല്ല ഉണ്ടായിരുന്നു. അപ്പോൾ റോട്ടുമ്പോൾ തന്നെ അങ്ങനെ കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ. ആരോ വകമായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഉള്ളിൽ പോയി. പിന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ദ്വയം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോറും ഉണ്ടായിരുന്നു, നല്ല നെയ്ച്ചോറായിരുന്നു. കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ 2 ദിവസം വെള്ളി ശനി കറിയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു. ഞായറാഴ്ച പിന്നെ അങ്ങനെ കറിയൊന്നും ഉണ്ടാവില്ല, വെറും നെയ്ച്ചോറ് മാത്രമാണ് ഉണ്ടാവില്ല. അടിപൊളി ചോറാണ്. അങ്ങനെ ദേ അവിടുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ പോന്നു കേട്ടോ. പിന്നെ എന്താണ് ഇത് ഞങ്ങളെ വണ്ടിയാണ്. എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ആദ്യം നമ്മൾ റെഡ് കളർ വണ്ടിയായിരുന്നു കേട്ടോ. ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതേ അവിടുന്ന് ഞങ്ങളങ്ങനെ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ പുത്തുമല ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും 2 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, പേരക്കുട്ടികളാണ്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവർ പറഞ്ഞു മേപ്പാടി വരെയാണ്. അപ്പോൾ അവരെ ഒന്ന് കൂട്ടുമെന്ന് ചോദിച്ചിട്ടോ. വണ്ടിയിൽ അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താക്കി, അവരെയും കൂട്ടിട്ടോ. അങ്ങനെ പിന്നെ അവരെ മേപ്പാടി ഇറക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ കാക്കാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മേപ്പാടി വന്ന് നിന്നായിരുന്നു. അങ്ങനെ പിന്നെ മേപ്പാടിയിൽ നിന്ന് അങ്ങനെ കൂട്ടിയിട്ട് പോയതേനെ. പിന്നെ ഉമ്മാനെ അവിടെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താക്കി, ഉമ്മാനെയും കൂട്ടിയിട്ട് അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഇത് അനിയൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ താഴെയല്ല അനിയൻ്റെ വീട്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ എന്താക്കി, ചോറ് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ പോയി ചോറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വന്നിട്ട്. ഇത് പിന്നെ തറവാടാണ്. അങ്ങനെ ഇവിടെ വന്നു കണ്ട് എന്താക്കി, പിന്നെ ഇവിടെ അനിയനും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഓരെന്തോ പൈപ്പ് ഉണ്ടാക്കണ പിന്നെ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പിന്നെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ എടുത്താൽ പിന്നെ വീഡിയോൻ്റെ കാര്യമൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഉമ്മ എന്താക്കി, പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അത്യാവശ്യം ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ കോഴിപ്പാട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിന്നില്ല കേട്ടോ. എന്നു വെച്ചാൽ എനിക്ക് അങ്ങനെ കോഴിപ്പാട്സ് വലിയ ഇഷ്ടമില്ല. ഞാൻ വെച്ചൊക്കെ കൊടുക്കും, എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ഒന്നാമത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ഇറക്കായതുകൊണ്ട് അയിമക്ക് നിന്നുകൊണ്ട് എന്താക്കി വേഗം പോവുമാണല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നേർച്ച ചോറായതുകൊണ്ട് എന്താക്കി, ഒരു പിടി ഇങ്ങനെ വായിലിട്ടിട്ടൊന്ന് തിന്നു കേട്ടോ. പിന്നെ കാക്കിയും പിന്നെ സച്ചുമോനും ഇവിടെ കടയിൽ പോയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അവർ പിന്നെ ചായക്കുള്ള പാലൊക്കെ വാങ്ങാൻ വേണ്ടി പോയതേനു കേട്ടോ. അപ്പോൾ അനിയൻ്റെ വൈഫിൻ്റെ പിന്നെ ഉമ്മയും ആങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓളെന്താക്കി, ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മിച്ചറും കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ എന്താക്കി, ഞങ്ങളവിടെ നിന്ന് അങ്ങനെ പിന്നെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അതിൽ പിന്നെ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ചോറ് എന്താക്കി, ഇവിടെ ഞങ്ങളെ പാടിയിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി, കുറച്ച് ഞമ്മക്കും അവിടെ എടുത്ത് വെച്ചാൽ ബാക്കി പാടിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് അങ്ങനെ എന്താക്കി കാക്കൻ്റെ കയ്യിൽ കൊടുത്തുട്ടോ. അങ്ങനെ കാക്കൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങിയിട്ടോ അനിയന് പറയുന്നത് നമ്മൾ നെല്ലാർച്ചാൽ പോകാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ടോ. കാരണം പിറ്റേന്ന് മോനിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന മോനിക്ക് മോഡൽ എക്സാം തുടങ്ങുന്നതുകൊണ്ട് നമ്മളില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വണ്ടിയിൽ ഇങ്ങനെ വിളിക്കണേ എല്ലാവരും കണ്ട് എന്താക്കി പിന്നെ എന്താണ് പോയിട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു കേട്ടോ ഇറങ്ങിയിരിക്കണത്. പിന്നെ അത് ഞാൻ 5 മണി എനിക്ക് അത്ര കൃത്യമായിട്ടൊരു ഓർമ്മയില്ല. എന്തായാലും വൈകുന്നേരം എന്തായാലും അയക്കണം, നല്ലോണം വൈകുന്നേരം അയക്കണ്ട. കാരണം ഇനി 6 മണി അയക്കണം, അത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ലത് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും, പിന്നെ ഒരു രസമല്ലേ അങ്ങനെ നമ്മൾ അത്രയും നമ്മൾ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ നമ്മൾ തട്ടിക്കളയുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ അത് അവരൊരു സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ സൺസെറ്റ് ഇങ്ങനെ എന്താ പറയുക അടിപൊളിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാനത് ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മളൊന്നും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനിത് 2ാമത്തെ തവണയാണ് കേട്ടോ നെല്ലാർച്ചാൽ പോണത്. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഒറ്റക്കും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നതേ ഇവരെ കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവരെ കാറിൽ തന്നെ പോകുന്നുണ്ട്. നമ്മളെ വണ്ടി അങ്ങോട്ട് അവിടെ കുറച്ചപ്പുറത്തേക്ക് പിന്നെ ഉമ്മാൻ്റെ സൈഡൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താക്കി, പിന്നെ ഓൻ്റെ ബുള്ളറ്റുമലാണ് കാക്കിയും മോനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിലും വന്നു കേട്ടോ. പിന്നെ അടിപൊളി കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അന്ന് വന്ന മാതിരിയല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ആൾക്കാർ. കാരണം ഈ വൈകുന്നേരം തോന്നുന്നു കേട്ടോ ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടുന്നത്.
പിന്നെ ഇവിടെ നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും വരും കേട്ടോ. കാരണം നല്ല ഒത്തിരി നേരം നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. നല്ലൊരു ഇളം തണുത്ത കാറ്റും വെയിലും ഇല്ല. അങ്ങനെ നല്ലൊരു വൈബ് സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങളിതിൻ്റെ മുന്നേ ഇവിടെ വന്നപ്പോഴൊന്നും അങ്ങനെ ഈ കുതിരസവാരിയൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ വന്നതാണോ എന്താണെന്ന് അറിയുന്നില്ല. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. അന്നും നമ്മൾ ഏകദേശം ഒരു 5:45 6 മണി വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയത്. അങ്ങനെ ഇതേ നമ്മൾ ഇവിടെ കണ്ടോ സൺസെറ്റ് ഇവിടെ അങ്ങനെ മറിഞ്ഞങ്ങനെ പോയിട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കാണാൻ. എന്തായാലും ഇങ്ങനെ ഈ ടൈമിന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണാൻ പറ്റിട്ടോ. ഞങ്ങളെല്ലാവരും അത് പറയുമായിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നല്ല ഒരു ഇഷ്ടമാണല്ലോ അങ്ങനത്തെയൊക്കെ. അങ്ങനെ പിന്നെ എന്തായാലും അതൊക്കെ കണ്ട് പിന്നെ ദേ ഒത്തിരി ആളുകളുണ്ടായതുകൊണ്ട് പിന്നെ എന്താ നല്ലൊരു വൈബ് കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക പിന്നെ നല്ലൊരു എൻജോയ്മെൻ്റാണ് സംഭവം ഇവിടെ കേട്ടോ. പിന്നെ ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ പിന്നെ ഇതൊരുവട്ടം കണ്ടാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി ഇവിടെ അങ്ങനെ ഇരുന്നത്. കാരണം എനിക്ക് ഒന്നാമത് ഇങ്ങനെ ഇറക്കക്കുത്തനുള്ളൊരു വഴിയായതുകൊണ്ട് ഒരു പേടി കേട്ടോ. ചെരുപ്പറ്റ് സ്ലിപ്പാവുക വിചാരിച്ചിട്ട് ഇതൊരു ചെറിയ ഉണങ്ങി നിൽക്കുന്ന ഒരു പുല്ലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇരിക്കണുണ്ടല്ലേ. അങ്ങനെ ഞാനും പിന്നെ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല. പിന്നെ ഇവിടെ ആരും കിടന്നുറങ്ങല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഫോട്ടോ എടുക്കണ തിരക്കാണ് കേട്ടോ. കാരണം ഒരാളെ കറക്റ്റ് കിട്ടുമ്പോൾ ഒരാളെ കറക്റ്റ് കിട്ടില്ല കേട്ടോ. അനിയൻ്റെ 2 കുട്ടികളാണ്. അങ്ങനെ പിന്നെ ഏസമോള് പിന്നെ നല്ലതിലിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇച്ചോട്ടിന് ഒട്ടും കിട്ടണില്ല കേട്ടോ. ഏസ് നേരെ ഇരുന്നെടുക്കുമ്പോൾ പിന്നെ ഇച്ചോട്ടിന് ഇരിക്കൂലേ. അങ്ങനെ പിന്നെ എന്താക്കി എങ്ങനെയൊക്കെ ഒപ്പിച്ചൊരു ഫോട്ടോ എടുത്തു തോന്നണു. അങ്ങനെ പിന്നെ 2 ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ പിടിച്ചു കൊടുത്തൊക്കൊന്നും അവരെ കിട്ടൂലല്ലോ. അങ്ങനെ പിന്നെ അവർ പിന്നെ അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാം കേട്ടോ. അവിടെ നല്ല ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. പിന്നെ ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ആമ്പൽ ഇറങ്ങി പറിച്ചിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ തന്നെ അനിയൻ്റെ വൈഫും പിന്നെ എൻ്റെ 3 കുട്ടികളും പോയി കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി ഇവിടെ ഞാനും കാക്കിയും ഇവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അനിയൻ വന്നിട്ട് ചെറിയ കുട്ടീനെയും കൊണ്ട് ഓന് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ ഞാൻ പിന്നെ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ കുട്ടികളെ കിട്ടിയാൽ പിന്നെ വേറൊരു ലോകമല്ല കേട്ടോ. അപ്പോൾ ഇവളെവിടെ ഈ പുല്ലിൽ നിർത്തി വെക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാം. പുല്ലൊക്കീനും വായ്ക്ക് പറിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറേ വായിന്ന് അങ്ങനെ വലിച്ചെടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു താഴൊക്കെ പോയി ആമ്പലൊക്കെ പറിച്ച്. അപ്പം എൻ്റെ വലിയ ആൾ പിന്നെ അതിലേക്ക് ഇറങ്ങിയാണ്ട് ആമ്പൽ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 2 3 പറിച്ചൊന്നും അറിയില്ല. എൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അത് ഓളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഓള് വേഗം വായിക്കൊണ്ടുപോകാൻ അത് അപ്പം തന്നെ പിച്ചി നശിപ്പിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നിക്കണേ. പക്ഷെ നല്ലൊരു രസം കേട്ടോ. അപ്പം ഞാനിത് ആളുകളൊക്കെ പോയി എന്നുള്ളത് കാണാനാട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തുന്നത്. അപ്പോൾ ദേ ഇവിടുന്ന് കാക്ക പോയി കണ്ട് എന്താക്കി പിന്നെ പക്കവട കൊടുന്നു തന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ പക്കവട. പിന്നെ ചായയും പിന്നെ അങ്ങനത്തെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ അതൊന്നും കുടിച്ചില്ല. പിന്നെ ഐസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ടൈം 7:30 എന്തോ ആയിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ കറക്റ്റ് സമയം നോക്കാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ അറിയാത്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ പോവാനായിട്ട് ധൃതിയായും ചെയ്തിരിക്കണു. കാരണം മോനിക്ക് പിറ്റേന്ന് മോഡൽ എക്സാം തുടങ്ങണോണ്ടാണ് ഞങ്ങൾക്ക് അത്ര ഇത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ചോറൊക്കെ തിന്നിട്ട് അങ്ങനെ പോയാലൊക്കെ മതി. അങ്ങനെ പിന്നെ ഞങ്ങളതേ ഓന് 7up വാങ്ങിക്കൊടുന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ചു. ഒരു നാരങ്ങയൊക്കെ ഇട്ടിട്ട് എന്തോ കലക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നു തന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു രസം കേട്ടോ. പിന്നെ അങ്ങനെ എന്തൊക്കെയാണ് അവിടുന്ന് ഇച്ചുട്ടിന് വണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ടൊന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ താഴെ അനിയനുണ്ടല്ലോ. അപ്പോൾ അവരെ വീട്ടിലൊന്ന് പോയിട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയാണ് അവിടെ പോയി. അപ്പോൾ അവളെന്താക്കി വത്തക്കൊക്കെ മുറിച്ച് തന്നിട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് കുട്ടീനൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ പിന്നെ 2 മക്കളാണ് അവിടെ. അവരെയൊക്കെ ഒന്ന് കളിപ്പിച്ച് അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഇത് ഇവിടെ വഴിയിലിങ്ങനെ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആളുണ്ട് അവിടെ റോട്ടിൽ വന്നിട്ട് നല്ല ഡാൻസ് ഇട്ടത് അതാണ് ഇതിൽ കണ്ടത്. അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്നല്ല പിന്നെ അതൊന്നും ഞങ്ങൾ കാണാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ ഞങ്ങൾക്കൊരു പാട്ടിൻ്റെ ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുന്ന് ഇവിടെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒത്തുകൂടിയതിൻ്റെ സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്